ഗുഡ് മോർണിംഗ് ഓൾ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന ലോസുകളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ 1,00,000 റുപ്പീസിൻ്റെ ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 80 റുപ്പീസിനാണ്, ഒരു ഡിസ്കൗണ്ടിനാണ്. സോ അവിടെ ഒരു 20,000 റുപ്പീസ് കമ്പനിക്ക് ലോസാണ്. അതുപോലെ 1,00,000 റുപ്പീസിൻ്റെ ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 1,00,000 തന്നെ, പക്ഷേ അത് റെഡീം ചെയ്യുന്നത്, മടക്കി കൊടുക്കുന്നത് 1,30,000 എന്ന് വിചാരിക്കുക. സോ അവിടെ ഒരു 30,000 നഷ്ടമാണ്. കാരണം 1,00,000 റുപ്പീസാണ് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചത്, പക്ഷേ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ 1,30,000 കൊടുക്കുന്നു. സോ ഒരു 30,000 നഷ്ടം. ദെൻ അതുപോലെ തന്നെ 1,00,000 റുപ്പീസിൻ്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 80,000 മടക്കി കൊടുക്കുന്നത് 1,20,000. അതായത് മടക്കി കൊടുക്കുന്നത് പ്രീമിയത്തിനാണെന്നർത്ഥം. ഓക്കെ, 1,00,000 റുപ്പീസിൻ്റെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 80,000. സോ അവിടെ ഓൾറെഡി ഒരു 20,000 നഷ്ടം വന്നു. ദെൻ അത് തിരിച്ചു കൊടുക്കുന്നത് 1,20,000. സോ വീണ്ടും ഒരു 20,000. അങ്ങനെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 40,000. സോ ഈ കേസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണണം. സോ ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ വരുന്ന ലോസുകൾ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണം. കമ്പനി ഇത് സെറ്റ് ഓഫ് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യണം. സോ അത് എങ്ങനെയാണ് അതിനെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ള രൂപങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ വരുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കേസുകളുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കേസുകളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് എന്താണതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1,00,000 റുപ്പീസിൻ്റെ ഡിബഞ്ചറാണ്, അത് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ്. ഓക്കെ, സോ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണെന്ന് പറയുമ്പോൾ 80,000 റുപ്പീസാണ് കിട്ടുന്നത്. ഓക്കെ, സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 80,000 റുപ്പീസ് കിട്ടി, ബാക്കി കമ്പനിക്ക് നഷ്ടമാണ്. ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 20,000. ദെൻ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചർ അക്കൗണ്ടിൽ എപ്പോഴും അതിൻ്റെ ഫേസ് വാല്യൂ ഉണ്ടായിരിക്കണം. സോ ഇവിടെ കമ്പനിക്ക് വരുന്ന ഈ ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്, ഈ അക്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് പ്രീമിയം ഓൺ റിഡംഷൻ ആർ ക്യാപിറ്റൽ ലോസസ്. ഡിബഞ്ചർ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന നഷ്ടം, അതുപോലെ പ്രീമിയത്തിന് റെഡീം ചെയ്യുന്ന സമയത്ത് വരുന്ന നഷ്ടം, ഇതൊക്കെ ക്യാപിറ്റൽ ലോസസുകളാണ്. ക്യാപിറ്റൽ ലോസ് എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി, അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് മൊബൈലിൻ്റെ സെയിൽസാണ്. സോ ഈ മൊബൈൽ വിറ്റിട്ട് വരുന്ന ലാഭവും നഷ്ടവുമാണ് അവരുടെ റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ ലോസ് എന്ന് പറയുന്നത്. അവരുടെ ബിസിനസ്, നോർമൽ ബിസിനസ് എന്ന് വരുന്ന ലാഭവും നഷ്ടവുമാണ് റവന്യൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ ലോസ്. ഇനി അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന ലാഭം, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന ലാഭവും നഷ്ടവും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫിക്സഡ് അസറ്റ്, കമ്പനിയിലുള്ള ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് വിൽക്കുന്ന സമയത്ത് വരുന്ന ലാഭവും നഷ്ടവും, ഇതാണ് അവരുടെ ക്യാപിറ്റൽ ലോസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന നഷ്ടം അതെന്താണ്? ക്യാപിറ്റൽ ലോസ് ആണ്. ബീയിങ് ലോസസ് ദേ ആർ ടു ബി റിട്ടേൺ ഓഫ്. ലോസ് ആയതുകൊണ്ട് തന്നെ അവ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. ഇനി ഈ ക്യാപിറ്റൽ ലോസ് നമുക്ക് രണ്ട് രൂപത്തിൽ റൈറ്റ് ഓഫ് ചെയ്യാം. ഒന്ന്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് റൈറ്റ് ഓഫ് ചെയ്യാം. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്കിൽ കാര്യങ്ങൾ വളരെ ഈസിയാണ്. ജസ്റ്റ് അത് റൈറ്റ് ഓഫ് ചെയ്താൽ മതി, അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ക്യാപിറ്റൽ ലോസ് റവന്യൂ പ്രോഫിറ്റ് എന്നും റൈറ്റ് ഓഫ് ചെയ്യാം. റവന്യൂ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു, കമ്പനിയുടെ ബിസിനസ്, കമ്പനിയുടെ ഓപ്പറേഷൻ, നോർമൽ ഓപ്പറേഷൻ എന്ന് വരുന്ന ലാഭമാണ്. സോ അതിൽ നിന്നും വേണമെങ്കിൽ എടുത്ത് റൈറ്റ് ഓഫ് ചെയ്യാം, പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ലോസ് റവന്യൂ പ്രോഫിറ്റിൽ നിന്നും റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് കണ്ടീഷൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ലോസ് ആയതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം. ദേ ഷുഡ് ബി റിട്ടേൺ ഓഫ് എഗെയിൻസ്റ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഇനി അവ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, ഓക്കെ, ഈ റിസർവ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത് റൈറ്റ് ഓഫ് ചെയ്യാം. കാരണം ഇതൊക്കെ ക്യാപിറ്റൽ പ്രോഫിറ്റുകളാണ്. ഇനി ദേ ക്യാൻ ആൾസോ ബി റിട്ടേൺ ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമുക്കതിനെ റൈറ്റ് ഓഫ് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിനെ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണത് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ്, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡ്യൂറിങ് ദി ലൈഫ് ഓഫ് ഡിബഞ്ചേഴ്സ്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്, അതായത് റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്കിൽ അത് ഒറ്റ തവണ ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. നമുക്ക് ടോട്ടൽ ലോസ് 20,000 ആണെന്ന് വിചാരിക്കുക. നമ്മൾ 5 ഇയേഴ്സിനാണ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ആ ലോസ് ഒറ്റയടിക്ക് 20,000 റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് പകരം ഈ 5 ഇയേഴ്സിലായിക്കൊണ്ട് കുറേശ്ശെ നമ്മൾ എന്ത് ചെയ്യും, അത് റൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, ഓരോ പോർഷൻസ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒറ്റ തവണയായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല, ഓരോ പോർഷനായിട്ട് കുറേശ്ശെയാണ് അതിന് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഇനി അതിന് 2 മെത്തേഡുകളുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇനി ജേണൽ എൻട്രീസ് ടു റൈറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ. ഇനി നമ്മൾ ഇതിനെ ജേണൽ എൻട്രീസ് ആണ് നോക്കാൻ പോകുന്നത്. ഇഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഈസ് റിട്ടൺ ഓഫ് എഗെയിൻസ്റ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓർ ക്യാപിറ്റൽ റിസർവ് ഓർ സെക്യൂരിറ്റി പ്രീമിയം. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓർ ക്യാപിറ്റൽ റിസർവ് ഓർ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇത് എവിടെയായിരുന്നു, ഡെബിറ്റിലായിരുന്നു. സോ ഇനി ഇത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഈ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് ഇടണം. ക്യാഷ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് ക്യാഷ് എടുക്കുന്നത്. ദെൻ ആ ക്യാഷ് എടുത്തിട്ട് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ ഇഷ്യൂ ചെയ്ത സമയത്ത് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ അക്കൗണ്ട് എവിടെയായിരുന്നു, ഡെബിറ്റിലായിരുന്നു നമുക്ക് വരുന്ന നഷ്ടം. ഇനി ഇതിനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും, ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുമെന്ന് ഇപ്പോഴും സംശയമുള്ള പല ആളുകളുണ്ടാവും. ഓക്കെ, നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് നിങ്ങൾക്കറിയാം. ഒരു അക്കൗണ്ടിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യും, ഒരു അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയി കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യും. അത് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാകണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ മൊബൈലിൽ റീചാർജ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് വന്നു കഴിഞ്ഞാൽ എന്താണ് വരിക, യുവർ അക്കൗണ്ട് വാസ് ക്രെഡിറ്റഡ് എന്നാണ് പറയുക, അല്ലേ? അതുപോലെ നമ്മൾ ATM നിന്ന് ക്യാഷ് എടുക്കുന്ന സമയത്ത് എന്താണ് പറയുക, യുവർ അക്കൗണ്ട് വാസ് ഡെബിറ്റഡ്, അല്ലേ? സോ ക്യാഷ് പോയി, ഒരു അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പോയി കഴിഞ്ഞാൽ അവിടെ ഡെബിറ്റാണ്, ഒരു അക്കൗണ്ടിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ക്രെഡിറ്റാണ്. ആ ഒരു സെൻസിൽ അതിനെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് നിന്നോ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ ക്യാഷ് എടുത്തിട്ട് നമ്മൾ ആ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ എന്താണ് ക്യാഷ് ഇട്ടു. ഈ ജേണൽ എൻട്രീസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, ജേണൽ എൻട്രീസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് നമ്മൾ സങ്കല്പിച്ചിട്ട് നമ്മളതിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്നു, നമ്മളതിൽ അസറ്റ് വെക്കുന്നു, ദെൻ പുതിയൊരു സെയിൽസ്മാൻ വരുന്നു, ഏതെങ്കിലും ഒരാൾ വരുന്നു, അയാൾക്ക് നമ്മൾ സാലറി കൊടുക്കുന്നു. സോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ തന്നെ ജേണൽ എൻട്രീസ് സ്വന്തം എഴുതി പഠിച്ചാലുള്ളൂ ജേണൽ എൻട്രി പഠിയുള്ളൂ. ഏതൊരാൾ പറഞ്ഞു തന്നിട്ടോ അതുകൊണ്ട് കുറേ ക്ലാസ് കേട്ടുകൊണ്ടൊന്നും കാര്യമില്ല. സ്വന്തമായിട്ട് വർക്ക് ചെയ്താലേ ജേണൽ എൻട്രി മനസ്സിൽ കയറുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ തെറ്റിപ്പോവും. ഓക്കെ, സോ അത് നിങ്ങൾ സ്വന്തം ഇരുന്നിട്ട് ഒന്ന് ചിന്തിച്ച് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ വരും. സ്വന്തമായിട്ട് ചെയ്യുക, അപ്പോൾ ഒരുപാട് ഡൗട്ടുകൾ വരും. ദെൻ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ജേണൽ എൻട്രീസും നിങ്ങളുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ നിന്നും റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനി റവന്യൂ പ്രോഫിറ്റിൽ നിന്നും റൈറ്റ് ഓഫ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. സോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 രൂപത്തിൽ ഇത് റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയും. ഒന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും അതുപോലെ ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും. ഇവിടെ നോക്കാം. വെൻ ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു റൈറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അഗെയിൻസ്റ്റ് റവന്യൂ പ്രോഫിറ്റ്, റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ 2 വേയ്സ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. സോ നമുക്കത് എന്താണ് നോക്കാം. ഫസ്റ്റ് വൺ, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ടോട്ടൽ ലോസിനെ ടോട്ടൽ ലൈഫ് ഓഫ് ഡിബെഞ്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യുക, ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുക, അത് റൈറ്റ് ഓഫ് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ ഡിബെഞ്ചേഴ്സ് ആർ റീപേബിൾ ഇൻ ലംസം. ലംസമായിട്ട് റീപേയ്മെൻറ്റ് നടത്തുന്ന സമയത്താണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബെഞ്ചർ റിഡീം ചെയ്യുന്നത് 5 വർഷവും കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുൾ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചിട്ടാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. അങ്ങനെ ഉള്ള സമയത്താണ് നമ്മൾ ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കുക. മെത്തേഡ്സ് ഓഫ് റിഡംഷനിൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ ലംസം മെത്തേഡ് ഉണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ
നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഫോർ എക്സാമ്പിൾ ഒരു 5 lakh റുപ്പീസാണ് കൊടുക്കാനുള്ളതെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ ഒരു 1 lakh കൊടുത്തു, ദെൻ അടുത്ത വർഷം ഒരു 1 lakh കൊടുത്തു, അങ്ങനെ കൊടുക്കുന്നതാണ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഇനി 5 lakh ഒരുമിച്ച് കൊടുക്കുന്നതാണ് ലംസം മെത്തേഡ്. സോ ഈ ലംസം മെത്തേഡിലാണ് എന്തുള്ളത്, ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് an equal amount of discount or loss on issue of debenture is written off to statement of profit and loss every year during the lifetime of the debentures. ഡിബഞ്ചേഴ്സിൻ്റെ ലൈഫ് ടൈമിൽ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യും, എല്ലാ വർഷവും നമ്മൾ ഇതിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഓരോ എമൗണ്ട് എടുത്തിട്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുക. ദിസ് മെത്തേഡ് ഈസ് ആൾസോ കോൾഡ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഓക്കെ, ഇനി അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നുണ്ടാണ്. എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ടു ബി റിട്ടേൺ ഓഫ് ആനുവലി, എത്ര രൂപയാണ് നമ്മൾ ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ് നോക്കുക. ഫോർ എക്സാമ്പിൾ 20,000 ആണെന്നുണ്ടെങ്കിൽ 20,000. ദെൻ ലൈഫ് ഓഫ് ഡിബഞ്ചർ എത്രയാണ് നോക്കുക, എത്ര വർഷത്തേക്കാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 5 years ആണെന്നുണ്ടെങ്കിൽ 20,000 ഡിവൈഡ് ബൈ 5. ഓക്കെ, അതാണ് അതിൻ്റെ എമൗണ്ട്, എത്ര എമൗണ്ടാണ് നമ്മൾ ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡാണ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദി ഡിബഞ്ചേഴ്സ് ആർ റീപേബിൾ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. ഡിബഞ്ചേഴ്സ് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ റെഡീം ചെയ്യുന്ന സമയത്താണ് ഈ മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ നമ്മൾ ഫസ്റ്റിൽ 1 ലക്ഷം കൊടുത്തു, രണ്ടാമത്തെ ഇയറിൽ 1 ലക്ഷം റെഡീം ചെയ്തു, ദെൻ മൂന്നാമത്തെ ഇയറിൽ 1 ലക്ഷം റെഡീം ചെയ്തു. അങ്ങനെ റെഡീം ചെയ്യുന്നതാണെന്ത് ഇൻസ്റ്റാൾമെൻറ്റിൽ റെഡീം ചെയ്യുക പറയുന്നത്. സോ ആ സമയത്താണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. അണ്ടർ ദിസ് മെത്തേഡ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ലോസ് ഓർ ഡിസ്കൗണ്ട് ഈസ് റിട്ടേൺ ഓഫ് ഇൻ ദി റേഷ്യോ ഓഫ് ദി എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് റേഷ്യോ ബേസിലാണ് നമ്മൾ ഇതിൽ എമൗണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ എത്ര എമൗണ്ടാണ് ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കുന്ന ആ സംഗതി നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ എത്ര എമൗണ്ടാണ് നമ്മൾ ഓരോ വർഷം റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഇവിടെ നോക്കുന്നത് റേഷ്യോ ബേസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 5 ലക്ഷത്തിൻ്റെ ഡിബഞ്ചറാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ 1 ലക്ഷം രൂപ പിരിച്ചുവിട്ടു, ദെൻ ഇനി 4 ലക്ഷം രൂപയേ ഉള്ളൂ. സോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു എമൗണ്ടാണ് നമ്മൾ ആ വർഷം റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത വർഷം വരുന്ന സമയത്ത് നമ്മൾ 1 ലക്ഷം രൂപ കൂടി പിരിച്ചുവിട്ടുണ്ടായിരിക്കും. പിന്നെ 3 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ എവിടെ ഉണ്ടായിരിക്കുള്ളൂ. സോ ആ 3 ലക്ഷം രൂപയ്ക്ക് എത്ര പ്രൊപ്പോർഷനായിട്ട് വരുന്ന എമൗണ്ടാണ് ആ വർഷം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നോക്കുന്നതാണ്, ഒരു ഫിക്സഡ് അല്ല. ഓരോ വർഷവും എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് ആ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ബേസിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ ദിസ് വേ ദ ഇയർ ഹാവിങ് ദി ലാർജസ്റ്റ് ബെനിഫിറ്റ് ഫ്രം ദി ഡിബഞ്ചർ ആൾസോ ബേസ് ദി ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ദി ഡിസ്കൗണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏത് വർഷത്തിലാണോ കൂടുതൽ ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് അതിന് കൂടുതൽ എന്തുണ്ടായിരിക്കും, കൂടുതൽ എമൗണ്ട് നമ്മൾ ആ വർഷം റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ വർഷം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ 5 lakh ഉണ്ടായിരിക്കും, രണ്ടാമത്തെ വർഷം ഔട്ട്സ്റ്റാൻഡിങ്ങിൽ 4 lakh ഉണ്ടായിരിക്കുള്ളൂ. കാരണം 1 lakh നമ്മൾ റെഡീം ചെയ്തിട്ടുണ്ടാവും. സോ അതിന് പ്രൊപ്പോർഷനായിട്ടാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് പ്രൊപ്പോർഷനേറ്റ് ബെനിഫിറ്റ് മെത്തേഡ് ഓർ വേരിയബിൾ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഓക്കെ, ഇനി ഒരു നോട്ടാണ്. അണ്ടർ ബോത്ത് മെത്തേഡ്സ് ദ ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് ഇൻ ദ ഇയർ ഇൻ വിച്ച് ഡിബഞ്ചർ ആർ ഇഷ്യൂഡ്. ഈ രണ്ട് മെത്തേഡിലും ഡിബഞ്ചറിൻ്റെ ലോസ് ഒറ്റ തവണയായിട്ടല്ല റൈറ്റ് ഓഫ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡിലും എങ്ങനെയാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വരുന്ന ലോസ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റിൽ നിന്നും നമുക്കതിനെ റൈറ്റ് ഓഫ് ചെയ്യാം. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്കിൽ വളരെ സിമ്പിളാണ്, ഒറ്റ തവണയായിട്ട് തന്നെ നമുക്കതിനെ റൈറ്റ് ഓഫ് ചെയ്യാം. റവന്യൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മളിതിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്കിൽ രണ്ട് രൂപത്തിലാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഒന്ന് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലോസിനെ അതിൻ്റെ ടോട്ടൽ ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോ വർഷവും നമ്മൾ ആ എമൗണ്ടാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് ലംസമായിട്ടാണ് നമ്മൾ റെഡീം ചെയ്യുന്നത് എങ്കിലാണ്. പകരം ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണ് റെഡീം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. ഈ മെത്തേഡ് പ്രകാരം
ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചേഴ്സ് എത്രയുണ്ടോ അതിൻ്റെ ഒരു പ്രൊപ്പോർഷനാണ് നമ്മൾ എമൗണ്ട് ആയിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ 1st for 2015 X Limited issued 2009% debentures of ₹100 each at a discount of 10%, redeemable at par. ഓക്കെ, 1/4/2015 എക്സ് ലിമിറ്റഡ് 2000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു 100 രൂപേൻ്റെ. അത് ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിനാണ്. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് വരും? നഷ്ടം വരും. ഓക്കെ, ഇനി അത് റെഡീം ചെയ്യുന്നത് പാറിനാണ്. റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിനാണെന്നുണ്ടെങ്കിൽ വീണ്ടും നഷ്ടം വരും. ഓക്കെ, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തു, കുറഞ്ഞ എമൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തത് തന്നെ. ഇനി അത് റെഡീം ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ അവർക്ക് എക്സ്ട്രാ വീണ്ടും എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അത് രണ്ട് നഷ്ടം വരും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ റെഡീം ചെയ്യുന്നത് പാറിനാണ്. സോ രണ്ടാമത്തെ നഷ്ടം ഇല്ല എന്നർത്ഥം. ഓക്കെ, ഷോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് കാണിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2 കേസ് ഉണ്ട്. ഇഫ് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ 5 years, 5 ഇയറിന് ശേഷമാണ് ഡിബഞ്ചർ റെഡീം ചെയ്യുക വെച്ചാൽ ലംസമാണത്. ഓക്കെ, ലംസം മെത്തേഡാണത്. 5 ഇയർ കഴിഞ്ഞിട്ട് ഒരുമിച്ചാണത് റെഡീം ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ്, സച്ച് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ഈക്വൽ ആനുവൽ ഡ്രോവിങ്സ്. ഇത് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. ഈക്വൽ ആനുവൽ ഡ്രോവിങ്സ് ഇൻ 5 years. ലെറ്റ്സ് അസ്യൂം ദാറ്റ് എക്സ് ലിമിറ്റഡ് ഫോളോസ് ഫിനാൻഷ്യൽ ഇയർ ആസ് ഇറ്റ്സ് അക്കൗണ്ടിങ് ഇയർ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു വർഷം കണക്കാക്കുന്നത് April 1 മുതൽ March 31 വരെയാണെന്നർത്ഥം. ഓക്കെ, സോ നമുക്ക് ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് ആഫ്റ്റർ 5 years ലംസം മെത്തേഡിൽ വരുന്ന സമയത്തുള്ള കാര്യങ്ങൾ നോക്കാം. സൊല്യൂഷനിൽ വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ആഫ്റ്റർ 5 years, ഡിബഞ്ചർ 5 ഇയറിന് ശേഷമാണ് റെഡീം ചെയ്യുന്നത്. സോ ലംസമായിട്ടാണ് റെഡീം ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കറിയാം എത്രയാണ് നഷ്ടം വന്നതെന്ന് ആദ്യം നോക്കണം. 2000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 100 രൂപേൻ്റെ. സോ 2 lakh rupees. അത് 10% ഡിസ്കൗണ്ടിനാണ്. സോ 2 lakhൻ്റെ 10% എന്ന് പറയുമ്പോൾ 20,000 റുപ്പീസാണ് നമുക്ക് നഷ്ടം വന്നിട്ടുള്ളത്. അതൊക്കെ അല്ലേ, 20,000 റുപ്പീസാണ് നഷ്ടം വന്നിട്ടുള്ളത്. എങ്ങനെയാണ് വന്നത്? മൊത്തം 2 lakh rupees ഡിബഞ്ചറിൻ്റെ വില വരിക. 2000 × 100. അതിൻ്റെ 10% ആണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത്. സോ 20 lakh ആണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് നഷ്ടം. ഇഫ് ഇറ്റ് ഈസ് റീപേയബിൾ ആഫ്റ്റർ 5 years, ലൈഫ് ഓഫ് ഡിബഞ്ചർ. ഇനി അത് 5 ഇയറിന് ശേഷമാണ് അത് റെഡീം ചെയ്യുന്നത്. സോ നമുക്കതിൽ ഓരോ വർഷവും എത്ര എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യണം നോക്കാം. 20,000 ഡിവൈഡ് ബൈ 5. ഓക്കെ, 4,000 rupees. ഓക്കെ അല്ലേ, ലോസ് 20,000. 5 വർഷം കഴിഞ്ഞിട്ടാണ് റെഡീം ചെയ്യുന്നത്. സോ ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 4,000. 4,000 ഓരോ വർഷവും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ഈ മെത്തേഡുകളൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിലാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നതെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള 2 മെത്തേഡുകളാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും അതുപോലെ ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് കാണിക്കാനാണ്. ഓക്കെ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട്, ആ അക്കൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് അക്കൗണ്ട് നോക്കാം. ഇനി 1/4/2015 1st April 2015 നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി വരിക ഡിസ്കൗണ്ടിനാണല്ലോ ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി വരിക ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ദെൻ ഡിസ്കൗണ്ട് വന്നു, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ. സോ നമ്മളിവിടെ ഫസ്റ്റിലെ ജേണൽ എൻട്രി നമുക്ക് എന്ത് വരും? നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ടു 9% ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരിക. ഇതിൻ്റെ റൂൾസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ 2 വരുമ്പോൾ 2 ഡിബഞ്ചർ അക്കൗണ്ട്. ടോട്ടൽ ലോസ് എത്രയാണ്? 20,000. ഇനി നമ്മൾ 31/3/2016 എന്ന് പറയുമ്പോൾ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം ഏപ്രിൽ തുടങ്ങിയിട്ട് മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുക. സോ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഓരോ വർഷവും നമ്മൾ 4,000 രൂപയാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ വർഷം നമ്മൾ 4,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കും. അപ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആണല്ലോ അല്ലേ. അപ്പോൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വരും. കാരണം ഇത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ
നമ്മൾ ആ വർഷം 4000 സെറ്റ് ഓഫ് ചെയ്തു. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ 16000, അത് ബ്രോ ഡൗൺ ചെയ്തു. അടുത്ത വർഷം 1/4/2016 അടുത്ത ദിവസം, ഓക്കെ, അടുത്ത ഫിനാൻഷ്യൽ ഇയർക്ക് അത് ബ്രോ ഡൗൺ ചെയ്തു. 16000 രൂപയാണ് ബാലൻസ് ഉള്ളത്. ദെൻ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം 31/3/2017 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തു, ഒരു 4000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്തു. ദെൻ ബാക്കിയുള്ള എമൗണ്ട് 12,000, ആ 12,000 അടുത്ത ഫിനാൻഷ്യൽ ഇയർക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. ദെൻ ആ ഫിനാൻഷ്യൽ ഇയർ 1/4/2017 അവസാനത്തിൽ 31/3/2018 ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം 4000 രൂപ സെറ്റ് ഓഫ് ചെയ്തു. ദെൻ അങ്ങനെ ചെയ്ത് 8000 രൂപയായി. 8000 രൂപ അടുത്ത വർഷത്ത് കൊടുന്നു. ദെൻ 8000 രൂപ ആ വർഷം നമ്മൾ 4000 രൂപ സെറ്റ് ഓഫ് ചെയ്തു. ദെൻ ബാക്കി 4000 ഈ വർഷത്ത് കൊടുന്നു. ദെൻ ആ 4000 ഇനി ബാലൻസ് ഉള്ളത് 4000 രൂപയാണ്. 4000 രൂപ നമ്മൾ ആ വർഷവും സെറ്റ് ഓഫ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ വർഷവും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 4000 രൂപ എന്ത് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ എമൗണ്ട് ഫുള്ള് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് കേസ് 2 നോക്കാം. സച്ച് ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ബൈ ഈക്വൽ ആനുവൽ ഡ്രോവിങ്സ് ഇൻ 5 years. ഇനി ഈ ഡിബഞ്ചർ ഒറ്റ തവണയായി ലംസമായി റെഡീം ചെയ്യുന്നതിന് പകരം ഓരോ വർഷവും ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ടാണ് റെഡീം ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് കാണണം. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മൾ ടോട്ടൽ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ 2000 ഡിബഞ്ചർ 100 രൂപേൻ്റെയാണ്. സോ 2 lakh റുപ്പീസിൻ്റെ ഡിബഞ്ചറാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആ ഡിബഞ്ചർ കൊടുത്തു വീട്ടുന്നത് 5 വർഷം കൊണ്ടാണ്. സോ ഓരോ വർഷവും നമ്മൾ എത്ര എമൗണ്ട് അവർക്ക് കൊടുത്തു വീട്ടണം എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. ഓക്കെ, സോ അതാണ് ഇവിടെ നമ്മളടുത്ത് കാണാൻ പോകുന്നത്. വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീമബിൾ ബൈ ഈക്വൽ ആനുവൽ ഡ്രോവിങ്സ് ഇൻ 5 years, 5 വർഷത്തിലായിട്ട് റെഡീം ചെയ്യുകയാണെങ്കിൽ ഇൻ ദിസ് കേസ് ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ് ഷുഡ് ബി റിട്ടേൺ ഓഫ് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചേഴ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഇയർ. ആനുവൽ ഡ്രോവിങ്സ് ആണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. സോ ആദ്യം നമുക്ക് ഓരോ വർഷവും എത്രയാണ് അവർക്ക് റെഡീം ചെയ്യാനുള്ള എമൗണ്ട് എന്ന് കണ്ടെത്തണം. ടോട്ടൽ 2 lakh റുപ്പീസാണ് നമുക്ക് റെഡീം ചെയ്യാനുള്ളത്. അത് 5 വർഷത്തേക്കാണ്. സോ 2 lakh ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 40,000. 40,000 രൂപ നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യണം, റിഡീം ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആനുവലി ആകുമ്പോൾ അങ്ങനെയല്ലേ, 40,000 മൊത്തം 2 lakh റുപ്പീസാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, തിരിച്ചു കൊടുക്കാനുള്ളത്. അത് ആനുവലി ആണ് റിഡീം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം നമ്മൾ 40,000 രൂപ തിരിച്ചു കൊടുക്കും. സോ 5 വർഷമാകുന്ന സമയത്ത് എല്ലാ എമൗണ്ടും തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു ഓരോ വർഷത്തിൻ്റെ ആദ്യത്തിലും എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചർ ഉണ്ട് അതിൻ്റെ പ്രൊപ്പോർഷനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കേണ്ടത്. ഓരോ വർഷത്തിൻ്റെയും ആദ്യത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചർ എത്ര ഉണ്ട് അതിൻ്റെ പ്രൊപ്പോർഷനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഓരോ വർഷത്തിൻ്റെയും ആദ്യത്തിൽ എത്ര ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് നോക്കണം. അതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ എത്ര ഉണ്ടായിരിക്കും? 2 lakh ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് 2 lakh ഉണ്ടായിരിക്കും. നമ്മൾ റെഡീം ചെയ്തിട്ടില്ല, ആദ്യത്തെ ഇയറിൽ തന്നെ റെഡീം ചെയ്യില്ല. ഇനി അടുത്തത് അറ്റ് ദി ബിഗിനിങ് ഓഫ് സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയറിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം 2000 നമ്മൾ ഒരു 40,000 കൊടുത്തു. സോ 1,60,000 ഉണ്ടായിരിക്കും. ദെൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് തേർഡ് ആകുമ്പോൾ നമുക്ക് 1,60,000 ആണുള്ളത്. അതിൽ നിന്ന് നമ്മൾ 40,000 കൊടുത്തു കഴിഞ്ഞു. ദെൻ 1,20,000. ദെൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഫോർത്ത് ഇയറിൽ 1,20,000 ആണ് ഉണ്ടായിരിക്കുക. അതിൽ നിന്ന് 40,000 കൊടുത്തു കഴിഞ്ഞാൽ 80,000. ദെൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഫിഫ്ത്ത് ഇയർ 80,000 എന്നൊരു 40,000 കൊടുത്തു. ദെൻ 40,000. ഇനി ഫിഫ്ത്ത് ഇയറിൻ്റെ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 40,000 കൊടുക്കും. ഓക്കെ, സോ നമുക്കിതിനെ ഒരു റേഷ്യോക്ക് ആക്കണം. റേഷ്യോയിൽ ആക്കുന്നത് ശ്രദ്ധിക്കുക. 20,000 എത്ര 40,000 ഉണ്ട് നോക്കുക. 5 40,000 അല്ലേ. ദെൻ അടുത്തത് 160 ആണ്. 160 എത്ര 40,000 ഉണ്ട്? 4. ദെൻ അടുത്തത് 120 3. ദെൻ 80 2. ദെൻ 40 1. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഇപ്പോൾ നമ്മളിതിന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ഭാഗങ്ങളാക്കി കാണും. ഓക്കെ, ടോട്ടൽ ഇത്ര ഭാഗം. ടോട്ടൽ 5 + 4 + 3 + 2 + 1. ഓക്കെ, 15 എന്ന് കിട്ടും. 15 ഭാഗങ്ങളാക്കി നമ്മൾ.
ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ലോസ് വന്ന എമൗണ്ട് 20,000, അതായത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 20,000 ആണല്ലോ ലോസ് വന്നത്. സോ ആ 20,000 നമ്മൾ 15 ഭാഗങ്ങളാക്കിയിട്ട് അതിൽ 5 ഭാഗം ഫസ്റ്റ് ഇയറിൽ, ദെൻ സെക്കൻഡ് ഇയറിൽ 4 ഭാഗം, തേർഡ് ഇയറിൽ 3 ഭാഗം, ഫോർത്ത് ഇയറിൽ 2 ഭാഗം, ഫിഫ്ത്ത് ഇയറിൽ 1 ഭാഗം, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ് എടുക്കുകയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യാണ്. സോ നമ്മൾ ഫസ്റ്റ് ഇയറിൽ 20,000ൻ്റെ 5/15, 15ൽ 5 ഭാഗം, അതായത് 6,667 രൂപ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യും. സെക്കൻഡ് ഇയറിൽ നമ്മൾ 4 ഭാഗം 5,333. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു പ്രൊപ്പോർഷനിലാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എല്ലാ വർഷവും 4,000 രൂപ വെച്ചിട്ടായിരുന്നു റൈറ്റ് ഓഫ് ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എത്ര ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് ആ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ബേസിലാണ് നമ്മളിവിടെ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. ഓരോ വർഷവും ഡിബഞ്ചറിൻ്റെ എമൗണ്ട് കമ്മിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഓരോ വർഷവും നമ്മൾ ഡിബഞ്ചറിനെ റിഡീം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. തേർഡ് ഇയറിൽ 4,000 വരും, ഫോർത്ത് ഇയറിൽ 2,667, ഫിഫ്ത്ത് ഇയറിൽ 1,333. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് നോക്കണം. ഓക്കെ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ 1/4/2015 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ആ സമയത്ത് കമ്പനിക്ക് ലോസ് വന്നു. ഡിബഞ്ചർ അക്കൗണ്ടിൽ ഡിബഞ്ചർ അക്കൗണ്ടിലാണ് ലോസ് വരുന്നത് 20,000 റുപ്പീസ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇയറിൽ 31/3/2016 ആ ഇയറിൻ്റെ അവസാനത്തിൽ നമ്മളത് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട്, ഫസ്റ്റ് ഇയറിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട് 6,667 ആണ്. സോ അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആ എമൗണ്ട് എടുത്തു. ദെൻ അതിൽ ബാലൻസ് വരിക 13,333. ഓക്കെ, ദെൻ അത് നെക്സ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തു. ആ വർഷം അവസാനത്തിൽ വരുന്നത് 5,333 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത്. ബാക്കി 8,000 അത് നമ്മൾ അടുത്ത വർഷം ബ്രോഡ് ഡൗൺ ചെയ്തു. അതുപോലെ ആ വർഷം 33/2018 ആ വർഷത്തിൻ്റെ അവസാനം 4,000 രൂപയാണ്. ദെൻ അതിൻ്റെ ബാലൻസ് 4,000 അത് ബ്രോഡ് ഡൗൺ ചെയ്തു. ദെൻ ആ വർഷം അതിൻ്റെ അവസാനം എടുക്കുന്നത് 2,677 ആണ്. അത് ബ്രോഡ് ഡൗൺ ചെയ്തു, ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഫൈനൽ ഇയറിൻ്റെ അവസാന ദിവസം 33/3/2020 ലാസ്റ്റ് ഡേയ്സിൽ നമ്മളത് എന്ത് ചെയ്തു, നമ്മളത് റൈറ്റ് ഓഫ് ചെയ്തു 1,333. ഓക്കെ, ഇതാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ആദ്യം ചെയ്തത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡായിരുന്നു. അതിൽ ഓരോ വർഷവും 4,000 രൂപ വെച്ചിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ചെയ്തത് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ടോ അതിൻ്റെ പ്രൊപ്പോർഷൻ ആക്കിയിട്ട് വേണം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ. ഈ മെത്തേഡ് ഉപയോഗിക്കേണ്ടത് ഡിബഞ്ചർ ഇൻസ്റ്റാൾമെൻറ്റിൽ റെഡീം ചെയ്യുന്ന സമയത്താണ് ഈ മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. കാരണം ഓരോ വർഷവും ഡിബഞ്ചറിൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അതിൻ്റെ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു എമൗണ്ട് വേണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ.